ഹായ് ഗായ്സ്, യു ഗൈസ് വാച്ചിങ് എണ്ണാൻസൻ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ ആണ്. ഫേക്ക് ഫ്രണ്ട്സ് പാർട്ട് 2 എന്ന് പറഞ്ഞിട്ട് 2.5 മണിക്കൂറിൻ്റെ ഒരു പടം പോലത്തെ ഒരു ഇതിൻ്റെ വീഡിയോൻ്റെ റിവ്യൂ ആണ്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം, ആ സാധനം കണ്ടിട്ട് ഒരു കാര്യമില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കണ്ടത്, അതായത് പറയാമെന്ന് പറഞ്ഞാൽ കണ്ടൻറ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണാം. പിന്നെന്താ പറയുക, നിങ്ങൾക്ക് ഒരാളെ കുറ്റം മാത്രം അയാളെ കുറ്റം മാത്രം അറിയണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പിന്നെന്തിട്ടാ പറയുക, അങ്ങനെ നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ട് ഒരാളെ കാണണമെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം. പിന്നെ ഇത് കണ്ടിട്ട് ഒരാളെ പോയിട്ടും നിങ്ങൾ ചൊറിയാൻ നിൽക്കണ്ട, ഒരു വ്യക്തിനെ പോയിട്ടും ചൊറിയാൻ നിൽക്കണ്ട. കാരണം ഇതങ്ങേര് അടിവരയിട്ട് പറയുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ എടുത്ത് പറയുന്നുണ്ട്, ഇത് കാർത്തിക് സൂര്യ അല്ല, ഇന്ന ആളല്ല, ആരോ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ വ്യൂവേഴ്സിൻ്റെ ഇത് ഇൻ കേസ് ഇത് പോയിട്ട് അവരെ പോയിട്ട് ചൊറിഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ പ്രശ്നമല്ല, ഇത് വ്യൂവേഴ്സിൻ്റെ മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇങ്ങനെ സത്യമേ പറയുള്ളൂ കേട്ടോ. സത്യം പറയുന്ന വ്യക്തിയാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതും സത്യമായിരിക്കും. എൻ്റെ ഒരു അഭിപ്രായം പറയാം, ഡിസ്ക്രിപ്ഷനിൽ പറയുന്നതും സത്യമായിരിക്കും, എൻ്റെ അഭിപ്രായം പറയാം. പിന്നെ ഇങ്ങനെ പക്കാ ഫ്രോഡായിട്ട് എനിക്ക് തോന്നിയത്. കാരണം ഡിസ്ക്രിപ്ഷനിൽ വേറൊന്ന് പറയും, മറ്റൊരുത്ത് വേറൊന്ന് പറയും, ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നത്. പിന്നെ ഇങ്ങനെ പറയുന്നുണ്ട് വ്ളോഗേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അതിങ്ങനെ പറയുന്നുണ്ട് വ്ളോഗേഴ്സിനെ വിശ്വസിക്കാൻ പറ്റില്ല, പോയിട്ട് ഫാനാവരുതെന്നുള്ളത്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് സത്യമാണ്. ബ്ലൈൻഡ് ഫോളോ ചെയ്യാൻ പാടില്ല. ഫാൻ ആയിക്കോ, പക്ഷേ നിങ്ങൾ ബ്ലൈൻഡ് ആവരുത്. ഇപ്പം എന്താ പറയുക, ഓരോരുത്തരുടെ കഴിവുകളിലായിരിക്കും ചിലപ്പോൾ. ഇപ്പം എന്താ പറയുക, അയാളെ ചിലപ്പോൾ പേഴ്സണൽ ലൈഫ് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല, പക്ഷേ അയാളെ പാട്ട് ചിലപ്പോൾ അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ ചിലപ്പോൾ വ്ളോഗ് ചെയ്യുന്ന രീതി അടിപൊളിയായിരിക്കും, വ്ളോഗിങ്ങിൻ്റെ എഡിറ്റിംഗ് അടിപൊളിയായിരിക്കും. അങ്ങനെയൊക്കെ നമുക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെ പറയണമെന്നില്ല, അതൊരാളത്തെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ ഇഷ്ടപ്പെടണ്ടെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ അന്ധമായിട്ട് ഒരാളെ വിശ്വസിക്കാതിരിക്കുക. കാരണം ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്കൊരു വിശ്വാസമില്ല. കാരണം ഇയാൾ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന ആളൊന്നും അല്ല എന്നുള്ളത്. കാരണം അപ്പോൾ ഇയാളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇയാൾ നമ്മളെ പെരടിക്കിടും, ഇത് കാണുന്ന നമ്മളെ പെരടിക്കിടും. ഇതൊക്കെ നിങ്ങളങ്ങനെ വിചാരിച്ചിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യൂ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാൾ പറയും ഇത് അയാളൊരു കഥ ഉണ്ടാക്കിയതാണ്, പിന്നെ അയാൾ പറയും ചെയ്തിട്ടുണ്ട് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ലാന്ന്. അപ്പോൾ ഇത് ഈ സംഭവം മാറ്റി പറയില്ല. ഡിസ്ക്രിപ്ഷനിൽ അങ്ങേരെന്നെ എഴുതിയ സംഭവം മാറ്റി പറയില്ല. അങ്ങേരെന്നെ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഈ ചാനൽ കൺട്രോൾ ചെയ്യുന്നത് അങ്ങേര് തന്നെയാണ്, വേറെ ആരുമല്ല, വൈഫിന് പോലും കൊടുക്കില്ല. അപ്പോൾ അങ്ങേരെന്നെ എഴുതിയതായിരിക്കും ഡിസ്ക്രിപ്ഷൻ. സ്വാഭാവികമായിട്ടും എന്താ പറയുക, പറഞ്ഞ കാര്യം മാറ്റി പറയുന്ന ആളല്ല. പിന്നെ ആരും പേടിക്കേണ്ട ഒരാളല്ല. കാരണം FRK എന്ന് പറയുന്നതിൽ എഫ് എന്ന് പറയുന്നത് ഫിയർലെസ് എന്നുള്ള അങ്ങനെ എന്തോ കാര്യമായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇങ്ങനെ ആരും പേടിക്കേണ്ട കാര്യമില്ല. സോ സത്യമേ പറയൂ, പേടിക്കില്ല. അങ്ങനെ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പിന്നെ എന്തിട്ടാ അങ്ങനെയൊക്കെ തന്നെ. പക്ഷേ ആ 2.5 മണിക്കൂർ ഭയങ്കര ബോറാട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ് ആ 2.5 മണിക്കൂർ കണ്ടത്. സത്യമായിട്ട് എനിക്ക് പേഴ്സണലി തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരാളെ കുറ്റം മാത്രം പറയുന്നത്. അതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ തെറ്റ് ചെയ്തവർ ഇഷ്ടംമാരുണ്ടാവും. അത് നമ്മൾ പിന്നെന്തിനാ ഫ്രണ്ട്സ് എന്ന് വിളിക്കുന്നത്? തെറ്റ് ചെയ്തവർ ഇഷ്ടംമാരുണ്ടാവും. പക്ഷെ നമ്മളെന്ത് ചെയ്യും, അത് തിരുത്തും. അത് പബ്ലിക്കലി വന്നിട്ടൊന്നുമല്ല തിരുത്തുക, അത് അവർ പറഞ്ഞ് തിരുത്തും. ഇവർ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാറിയിരിക്കും. അത് വിചാരിച്ച് പബ്ലിക്കലി പറയില്ല. പിന്നെ പബ്ലിക്കായിട്ട് ഇവരൊരു സംഭവം ഇടുക എന്ന് വിചാരിക്കുക. പബ്ലിക്കായിട്ടൊരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് പറയാം. ഇത് കുറേ ആൾക്കാർ ഇത് പബ്ലിക്കായിട്ട് ഇടാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷെ നമ്മൾ തോന്നാൻ പാടില്ല. ഇങ്ങനെ ഡിസ്ക്രിപ്ഷനിലൊരു സംഭവം ഇട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ, അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്, താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. എൻ്റെ മോനെ 3 മിനിറ്റൊക്കെ ആയോ? അയ്യോ, ബൈ.